ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, ഒന്ന് പോയി ഫ്രഷായിട്ട് വന്നു. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 മണിക്കൂറിൻ്റെ ഡ്രൈവേ ഉള്ളൂ. എങ്കിലും നമ്മളൊരു 2.5 മണിക്കൂർ മുമ്പ് ഇറങ്ങുകയാണ്. കാരണം നമുക്ക് മോൺട്രിയൽ സിറ്റിക്ക് അകത്തൂടെ വേണം പോകാൻ വേണ്ടി. അപ്പം നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് അവിടുത്തെ റഷ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് നേരത്തെ പോവാണ്. നമുക്ക് മാക്സിമം നേരത്തെ പോയിട്ട് അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം. ആദ്യം ഞാൻ പോയി വെയിറ്റ് ചെയ്യിക്കട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരുവിധം ഓടി ട്രാഫിക്കിൽ കൂടെ മേരിക്ക് നമ്മൾ ഇവിടെ എത്തി. എന്തായാലും നമ്മളിവിടെ എത്തിയപ്പോഴത്തെ ഒരു 9 മണിക്ക് എത്തി. 10 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. അപ്പോൾ വന്നപാടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നിങ്ങൾ നേരത്തെ കണ്ടപോലെ നമ്മൾ സാധനം ഡോക്കിലിട്ടു. അപ്പോൾ അവർ ഓൾറെഡി പേപ്പർ സൈൻ ഇട്ട് തന്നു. എന്നിട്ട് അവർ പച്ച കത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പൊക്കോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അകത്തേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം അതാണ് നമ്മൾ ചോപ്പ് കത്തിയിരിക്കുന്നത്. ആ കണ്ണാടി കൂടെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ലൈറ്റ്. ഇത് വിൻസർ സാൾട്ട് എന്ന് പറയും. നമുക്ക് ആ പേര് നോക്കി അറിയാൻ പറ്റും മുകളിൽ. കാരണം കാനഡയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഈ ഉപ്പുണ്ടാക്കുന്ന കമ്പനിയാണ് വിൻസർ സാൾട്ട്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ടൊറൻറ്റോയിലുണ്ട്. നമ്മുടെ വിൻസറിലാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടെ മോൺട്രിയലിലുണ്ട്. അങ്ങനെ പലയിടത്തും ഉണ്ട് വിൻസറിൻ്റെ ഓരോ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ മോൺട്രിയലിലുള്ള ഒരു വെയർ ഹൗസാണിത്. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ കമ്പനിയിലോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ ഡോക്കിലാണുള്ളത്, അവർ അൺലോഡ് ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട്. എന്താണ് അവർ റിപ്ലൈ പറയുന്നതെന്ന് നോക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ അൺലോഡിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോയി ട്രെയിലറൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ അയച്ചു കൊടുത്തു, നമ്മുടെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നുമില്ല. റിട്ടേൺ ലോഡ് ചോദിച്ചിട്ടില്ല. റിട്ടേൺ ലോഡ് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം റിട്ടേൺ ലോഡൊന്നും ഇല്ല. ഇങ്ങോട്ട് കയറ്റി വിടാനേ ആവശ്യമുള്ളൂ. തിരിച്ചുള്ള റിട്ടേൺ ലോഡ് ഇല്ലെന്നാണ് എൻ്റെ നിഗമനം. കുറച്ച് നേരം കൂടെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം.
എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പം പബ്ലിക് ഹോളിഡേ ആണ്. ഇവിടെ ലേബർ ഡേ ആണ് നമ്മുടെ തിങ്കളാഴ്ച വരുന്നത്. അപ്പം നാളെ തൊട്ട് 3 ദിവസത്തേന് കാനഡ US എല്ലാം ഫുള്ള് ലീവാണ്. അപ്പോൾ ഇന്ന് റിട്ടേൺ ലോഡ് കിട്ടിയില്ലെങ്കിൽ കമ്പനിക്ക് പണി കിട്ടും. അപ്പം അതാണ് അമ്മരാജ് ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടി. റിട്ടേൺ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ചയാണോ നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു റോബോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു വലിയൊരു കമ്പനീൻ്റെ വെയർ ഹൗസിൽ നിന്നാണ് റിട്ടേൺ ലോഡ് കിട്ടുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം പിക്ക് ചെയ്തായിരുന്നു. ആ സെയിം ലോഡ് തന്നെയാണ് കിട്ടിയത്. അപ്പം നമ്മളിപ്പം ഉള്ളത് റോബോട്ട്സ് ആ യാർഡിലാണ്. ഇവരുടെ യാർഡെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ ആണ്. നമുക്ക് ചിലപ്പോൾ മാപ്പിൽ കാണുമ്പോൾ അത്രയും ഇത് തോന്നിക്കില്ല, പക്ഷേ അത്യാവശ്യം നല്ല വലിയ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ ബിൽഡിങ്, ഇതെല്ലാം ഇവരുടെ ഏരിയ ആണ്. ഇതും എല്ലാം ഇവരുടെ ഏരിയ ആണ്. ഈ അറ്റം വരെ ഇവരുടെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ അവരിപ്പോൾ കയറ്റാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കയറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അടിച്ചും വിടാം. ഇന്ന് വിൻസറിലെത്തും ഇല്ല എന്നുള്ള കാര്യത്തിന് ദൈവത്തിനറിയാം. എന്തായാലും ഇവിടുന്ന് നമ്മൾ വിടുമ്പോൾ തന്നെ 1 മണി 1:15 ഇപ്പോൾ ടൊറൻറ്റോയിൽ എത്തുമ്പോഴത്തേക്കും തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അടിച്ചുമുട്ടങ്ങ് പോവാം. ഇന്ന് എത്തിയില്ലെങ്കിൽ മിക്കവാറും ലണ്ടൻ ഫ്ലൈൻ ചെയ്ത് കിടക്കേണ്ടി വരും. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് പോവാം. എന്തായാലും നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി. അപ്പോൾ നമുക്ക് 9.25 മണിക്കൂറേ ഉള്ളൂ. എത്തോ ഇല്ലയോ എന്നറിയില്ല. അറ്റ്ലീസ്റ്റ് ലണ്ടൻ വരെയെങ്കിലും എത്തുമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മോൺട്രിയലിൽ നമ്മുടെ പിക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടിച്ചു വിട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് അധികം സമയം കളയാനില്ല. അതുകൊണ്ട് ഞാൻ എവിടെയും നിർത്താണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് അടിച്ചും വിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 401 കൂടെ. അപ്പം നമ്മൾ കിങ്സ്റ്റൺ ഒക്കെ കഴിഞ്ഞിട്ട് നാപ്പിനി ഫ്ലൈഞ്ച് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് ട്രാഫിക് ബ്ലോക്കായി. അപ്പം നമ്മൾ ആക്സിഡൻറ്റ് എന്തോ നടന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ എത്തുന്നതിനൊരു 5-6 മിനിറ്റ് മുമ്പെങ്ങാണ്ട് നടന്ന ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ പെട്ടെന്ന് മറ്റേ ഫയർഫോഴ്സും ആംബുലൻസും അതും ഇതെല്ലാം ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഇങ്ങനെ ട്രാഫിക് മൊത്തത്തിൽ ഇങ്ങനെ സ്ലോ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ കുറേ നേരമായി, ഇപ്പോൾ ഒരു 10-20 മിനിറ്റത്തോളം നമ്മൾ ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം നമ്മൾ ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തിനടുത്തെത്തി. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പം മുമ്പിൽ കാണുന്ന പോലെ ആ ലെഫ്റ്റ് സൈഡിലാണ് ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പം അങ്ങ് ലെഫ്റ്റ് സൈഡിലെ വണ്ടികളൊക്കെ ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് മർജ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കുറച്ച് നന്നായിട്ട് നമ്മളിപ്പോൾ സ്ലോ ആവുന്നു, കാരണം നമ്മൾ റൈറ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു വണ്ടി അവിടെ സൈഡിൽ അടുപ്പിച്ചിട്ടിട്ടുണ്ട്, പോലീസും ഉണ്ട്. അപ്പോൾ എന്തോ സീരിയസ് ആയിട്ട് വല്ലതും സംഭവിച്ചായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ പോയത്. അവിടെ കണ്ട ആ പോലീസ് ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുന്ന കാണാൻ പറ്റും, ഒരു ചെറിയൊരു ബ്ലൂ ലൈറ്റ്. ചിലപ്പോൾ ഈ സൺലൈറ്റ് കാരണം ചിലപ്പം കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷേ ഇപ്പം അടുത്ത് ചെല്ലുമ്പോഴത്തേനും നന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് കുഴപ്പം. നമ്മൾ ഈ 401 പെട്ടെന്ന് എന്തെങ്കിലും ട്രാഫിക്കൊക്കെ ആക്സിഡൻ്റ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ബ്ലോക്കായി മൊത്തം അങ്ങ് സ്ലോ ആവും. അത് നമ്മൾ നേരത്തെ മുമ്പേ അറിയുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എവിടെയെങ്കിലും എക്സിറ്റ് ഒക്കെ എടുത്ത് റീറൂട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി അവരൊക്കെ വന്ന് കോണൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കർബിൽ കൂടെ കയറ്റി വിടുകയാണ്. ഫയർഫോഴ്സ് ഒക്കെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട്. എന്താണോ സംഭവിച്ചിരിക്കുന്നത്? അവിടെ മുമ്പിൽ ഒരു കാറ് സൈഡിൽ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പം അവിടെ പോലീസും നിൽക്കുന്നുണ്ട്. വേറെ ഏതോ വണ്ടി വന്ന് ഇടിച്ചു തന്നു. 2 വണ്ടികൾ തമ്മിൽ ഇടിച്ചതാണ്. അതല്ല, ഒരു വണ്ടി മുമ്പിലുണ്ട്, ഒരു വണ്ടി പുറകിലുണ്ട്. എനിക്ക് തോന്നുന്നത് പുറകിൽ ഇടിച്ചു തന്നു തോന്നുന്നു.
അപ്പം അങ്ങനെ നമ്മൾ ട്രാഫിക് കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് അടിച്ചും വിട്ട് വിൻസറിലോട്ട് പോകാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലണ്ടനിലെ ഫ്ലൈയിങ് ജയിലെത്തി. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, അതുമല്ല ലോങ് വീക്കെൻഡാണ്. അതുകൊണ്ട് നോക്കുമ്പോൾ ഫുള്ള് പാർക്കിങ് എല്ലാം കാലി. മുമ്പിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് എത്ര സ്പേസാണ് കാലി. അതേപോലെ നമ്മൾ കിടക്കുന്ന ലൈനിലെല്ലാം ട്രക്ക് കാലിയുണ്ട്. അപ്പം ട്രക്കിനുള്ള സ്പേസ് കാലിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നല്ലൊരു പാർക്കിങ്ങിലിട്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10:30 ഇപ്പം നാളെ രാവിലെ 8:30 നമ്മൾ ടൈം റീസെറ്റ് ആവുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ലണ്ടനിൽ വന്നല്ലേ, ആസ് യൂഷ്വൽ നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോറും കുറച്ച് കപ്പയൊക്കെ ഇരിപ്പുണ്ട്. നമുക്കൊരു പൊതിച്ചോറ് വല്ലതും കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ അതൊന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്കൊരു പൊതിച്ചോറ് കഴിക്കാം. അത് കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് പറയാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ സാധനം ഓർഡർ ചെയ്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കടയിൽ പൊതിച്ചോറ് കണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു തലശ്ശേരി ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു. അപ്പം അത് വരുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. നാളത്തെ എന്ന് പറയുമ്പോൾ വെക്കാനുള്ള നമ്മൾ അവിടെ ട്രിപ്പിന് നമ്മൾ കമ്പനിയിൽ ഇടുന്ന നമ്മുടെ പേയ്മെൻറ്റിനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തു, എല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ഡെലിവറി ഇപ്പോൾ ചെയ്തു. നമ്മളത് കഴിഞ്ഞിട്ട് കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടു, എല്ലാം ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ അടിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നിറങ്ങാം. നാളെ നമുക്ക് എപ്പോഴെങ്കിലും എത്തിയാൽ മതി. എന്തായാലും നമുക്ക് അടുത്തൊരു ട്രിപ്പ് ഓൾറെഡി അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചൊവ്വാഴ്ച തന്നെ. അവർ എന്നോട് ചോദിച്ചു തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ, അല്ല എപ്പോഴാണ് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച എടുക്കാമെന്ന്. പക്ഷെ അവർ ചൊവ്വാഴ്ച തന്നെ ഓൾറെഡി ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് മതി. എന്തായാലും നമ്മൾ നാളെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ നാളത്തെ ഒരു ദിവസം വേസ്റ്റാകും. അപ്പോൾ ഞായറും തിങ്കളും നമുക്ക് ലീവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്ന് പെട്ടെന്ന് കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് മാക്സിമം നേരത്തെ പോവാം. നാളെ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും അവിടെ കമ്പനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതും ഒരു സർപ്രൈസാണ്. നടക്കുവാണെങ്കിൽ ഞാൻ അത് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ 8:30 ടൈം റീസെറ്റ് ആയതാണ്. എന്തായാലും നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ഒരു 9 മണിയൊക്കെ ആയി നമ്മൾ എണീറ്റപ്പോൾ തന്നെ. എന്നിട്ട് പിന്നെ നമ്മൾ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഒരു 10 മണിയായപ്പോഴത്തേക്കും വന്നു. ഇൻസ്പെക്ഷനൊക്കെ ചെയ്തു, തീരാനായി. അപ്പം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പം ഒരു 2 മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടുന്ന് ഒന്ന് ഡ്രോണൊക്കെ പറപ്പിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ സമയമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്, കാര്യം നടക്കുമല്ലോ ഒന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് വീട്ടിൽ ചെന്നപാടെ നമ്മുടെ വീട്ടിലൊരു കൂട്ടുകാരനെയും കൂട്ടി അങ്ങോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്നിനിപ്പോൾ നമുക്ക് ഡ്രോണൊന്നും പറഞ്ഞ നേരമില്ല, നമുക്ക് പെട്ടെന്ന് അടിച്ചും വിട്ടങ്ങ് പോവാം. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് വീക്കെൻഡാണ്, അതുമല്ല ലോങ് വീക്കെൻഡും കൂടി ആയതുകൊണ്ട് മൊത്തത്തിൽ ഓൾമോസ്റ്റ് കാര്യമാണ്. ഈ മുമ്പിലൊക്കെ ഉള്ള ഈ ഫ്രീ സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ്.
എല്ലാം കാലി. അവിടെ മുമ്പിൽ കുറച്ച് വണ്ടികളുണ്ട്. ഈ വണ്ടികളൊക്കെ മറ്റേ വാഷ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ട്രക്ക് വാഷ് ഉണ്ട്. അപ്പം കുറച്ച് ട്രക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ബാക്കി കുറേ സ്പോട്ട് കാലിയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അടിച്ചും വിടാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ യാർഡിലെത്തി ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് പോവാം. നമുക്ക് അധികം സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. മീൻസ് ഒരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് എനിക്കൊന്ന് പെട്ടെന്ന് പോകേണ്ട കാര്യമുണ്ട്. കുറച്ച് ലേറ്റാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.